കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി തരംഗത്തിൽ UDF-നൊപ്പം നിന്ന പാലക്കാടൻ കോട്ട ഏത് വിധേനയും തിരിച്ചുപിടിക്കാനും ചുവപ്പിക്കാനുമുള്ള തന്ത്രങ്ങളാണ് ഇക്കുറി LDF പയറ്റിയത്. അത് ഫലം കണ്ടോ എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കാനൊന്നും CPM പ്രവർത്തകർക്ക് ക്ഷമയില്ല. ജനവിധിക്ക് മുമ്പേ ഞങ്ങൾ വിധിക്കുമെന്ന അഹങ്കാരത്തിൽ വോട്ടെടുപ്പ് ഫലം പുറത്തുവരും മുൻപേ സ്ഥാനാർത്ഥി A വിജയരാഘവന് അഭിവാദ്യം അർപ്പിച്ച് പാർട്ടി ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ്. പാലക്കാട് എടത്തനാട്ടുകര പൊൻപാറയിലാണ് നിയുക്ത MP A വിജയരാഘവന് അഭിവാദ്യങ്ങൾ എന്ന വാചകത്തോടെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. CPM-ന്റെ പേരിൽ പൊൻപാറ ബൂത്ത് 2-3 കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് നിയുക്ത MP ആയി A വിജയരാഘവനെ തീരുമാനിച്ചതും ഫ്ലെക്സ് വെച്ചതും. CPM ശക്തി കേന്ദ്രമായിരുന്ന പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിടിച്ചെടുക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ VK ശ്രീകണ്ഠൻ MB രാജേഷിനെ 11,637 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. VK ശ്രീകണ്ഠൻ തന്നെ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പിച്ചാണ് മുതിർന്ന നേതാവ് A വിജയരാഘവനെ CPM രംഗത്തിറക്കിയത്. പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ അത് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ഇരു മുന്നണികളും. ഇത്തവണ 73.57% പാലക്കാടത്തെ പോളിംഗ്. 2019 ഇത് 77.67% കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന CPM പാർട്ടി യോഗത്തിൽ കേരളത്തിൽ വിജയ സാധ്യതയുള്ള 12 മണ്ഡലങ്ങളെ പരിഗണിച്ചപ്പോൾ പാലക്കാടും ഉൾപ്പെട്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആവേശം പൂണ്ട അണികൾ ഫ്ലെക്സ് തയ്യാറാക്കിയതെന്നാണ് സൂചന. എന്നാൽ ഫലപ്രഖ്യാപനത്തിന് മുന്നേ പാർട്ടി അത്തരത്തിലൊരു ബോർഡ് വെക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് CPM നേതൃത്വത്തിന്റെ വാദം. പ്രവർത്തകരുടെ ആവേശം കൊണ്ട് ചെയ്തതാണെന്നും നേതാക്കൾ ന്യായീകരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനത്തിന് മുൻപ് തന്നെ MB രാജേഷിന്റെ പേരിൽ ഗാനമിറക്കിയതും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടതും വൻതോതിൽ ചർച്ച ചെയ്തിരുന്നു. മുന്നണികളോടും രാഷ്ട്രീയ നേതാക്കളോടും ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ആത്മവിശ്വാസം വളരെ നല്ലതാണ്. പക്ഷേ അത് ജനവിധിയെ തൃണവത്ഗണിക്കുന്ന തരത്തിലെ അഹമ്മദിയായി മാറരുത്. ജനം ഇതൊക്കെ കാണുന്നുണ്ട്.